ഒരു ജാതി ജാതകം. സത്യം പറഞ്ഞാൽ ഈ ചിത്രം കാണാൻ പോകുമ്പോൾ ഞാൻ ഇത്രമേലൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരു സാധാരണ ഒരു വിനീത് ശ്രീനിവാസൻ ചിത്രം എന്ന രീതിയിൽ തന്നെയാണ് പോയത്. പിന്നെ എം മോഹൻ എന്ന് പറയുന്ന സംവിധായകൻ കഥ പറയുമ്പോൾ എന്ന ചിത്രമാണ് ആദ്യമേ മനസ്സിൽ ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, ആ രീതിയിലാണ് നമ്മൾ പോയത്. പക്ഷേ തിയേറ്ററിൽ കയറി പടം കണ്ടപ്പോഴുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത്രമേൽ ചിരിച്ച ഒരു പടം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയും. പഴയ സിദ്ദിഖ് ലാൽ, നമ്മുടെ പ്രിയദർശൻ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന, ഒന്നും ലോജിക്കൊന്നുമില്ല. ഈ ചില രംഗങ്ങളെടുത്ത് നമ്മളിങ്ങനെ കീറി കീറി പരിശോധിക്കാൻ പോയാൽ എല്ലാം ലോജിക്കില്ലായ്മയുണ്ട്. പക്ഷേ നമുക്ക് പൊട്ടിച്ചിരിക്കാം. ഇതൊന്നും ഓർക്കാതെ മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിക്കാൻ ഒരു ചിത്രം കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ജാതി ജാതകം അടിപൊളി ചിത്രം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഷോയ്ക്ക് വലിയ ആളൊന്നും ഇല്ലായിരുന്നു നമ്മൾ പോയ ഷോയ്ക്കൊന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആയിക്കഴിയുമ്പം തിയേറ്റർ നിറഞ്ഞ് കവിയാനാണ് സാധ്യത. കാരണം ഇനിയുള്ള ദിവസം ഈ ഒരു ജാതി ജാതകത്തിൻ്റേതായി മാറും സിനിമ മൊത്തം. കാരണം അതുപോലെ ജനക്കൂട്ടമായിരിക്കും. കാരണം ചിരി ഇഷ്ടപ്പെടാത്തവരാരുമില്ല. ചിരി ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിശക്തിയായിട്ട് തോന്നും. ഈ അല്പമൊക്കെ പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ. അതുതന്നെയാണല്ലോ സിദ്ദിഖ് ലാലിൻ്റെയും പ്രിയദർശൻ്റെയും അതുപോലെ ഫത്തിൻ അന്തിക്കാടിൻ്റെയും ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ജനങ്ങൾക്കുള്ള പൾസ് മനസ്സിലാക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന സംവിധായകരായിരുന്നു ഇവർ. അതിൻ്റെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം എന്ന് പറയുമ്പം എം മോഹനിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് വേറെ കഥയൊന്നുമില്ല, നമ്മൾ സാധാരണ പറഞ്ഞു പോയേക്കുന്ന ഒരു കഥയിലൊന്നും കാര്യമില്ല എന്നെനിക്ക് തോന്നി. കാരണം വിനീത് ശ്രീനിവാസൻ്റെ ജയേഷ് എന്ന് പറയുന്ന കഥാപാത്രം, 38 വയസ്സുണ്ട്, നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി, നല്ല സാമ്പത്തികം, നല്ല കുടുംബം, എല്ലാ രീതിയിലും നിൽക്കുന്ന ജയേഷ് കല്യാണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കഥ. അപ്പം ചില ഡിമാൻഡുകൾക്ക് ജയേഷിനെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹം ഓരോ പെണ്ണ് കാണാൻ പോകുമ്പോഴും അവിടെ നടക്കുന്ന സംഭവങ്ങൾ, പിന്നെ അതുകൊണ്ടൊന്നും മടുക്കുന്നില്ല. പെണ്ണ് കെട്ടാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ജയേഷിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് പല പല സ്ഥലങ്ങളിലേക്ക് പെണ്ണ് കാണാൻ പോകുന്നു. അവിടെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിയാണ് ഈ ചിത്രം മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ജയേഷ് എന്ന് പറയുന്ന കഥാപാത്രം വിനീത് ശ്രീനിവാസൻ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വിനീതിനെ നമ്മൾ കാണുമ്പോൾ, വിനീത് ശ്രീനിവാസനെ നമ്മൾ കാണുമ്പോൾ പഴയതിനേക്കാൾ അല്പം കൂടെ ഒക്കെ വണ്ണം കൂടി. ഈ ചിത്രത്തിന് വേണ്ടിയാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം വളരെ രസകരമായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ പൊട്ടിച്ചിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിശ്ചയമായിട്ടും ഈ ചിത്രം പോയി കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം മറന്നു വെച്ചിരിക്കാം. ഈ ചിലവരൊക്കെ ഇതെന്തോ ലോജിക്ക്, ആദ്യമേയൊക്കെ നമ്മൾ പറയത്തില്ലേ മസിൽ പിടിച്ചിരിക്കും, ഇതൊന്നും ചിരിക്കാനില്ല, ഇതിനകത്ത് എന്താ ചളി അല്ലെങ്കിൽ കോമാളിത്തരം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മസിൽ പിടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും. ആരെങ്കിലുമൊക്കെ ചിരിക്കുവാണെങ്കിൽ അവരെ നോക്കി നമ്മൾ പല്ലുറുമ്പുന്ന ചില ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ അവർ പോലും പൊട്ടിച്ചിരിക്കുന്ന പല മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട് എന്ന് 100%. ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാത്തവരായി ആരും തന്നെ ഈ ചിത്രം കണ്ടതിന് ശേഷം ഇറങ്ങി വരില്ല എന്നെനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ ചില സമയത്തൊക്കെ നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകും. ചിലപ്പോൾ ചിലവരൊക്കെ ഇരുന്നുമൊക്കെ ചിരിക്കുന്നതാണ്. കാരണം അതുപോലൊരു ചിരിയുടെ ഒരു മേളമാണ് ഈ ചിത്രം നമുക്ക് നൽകുന്നത്. പിന്നെ ഇതുപോലെ നമുക്ക് എടുത്തു പറയേണ്ട പല കഥാപാത്രങ്ങളുമുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ കഥാപാത്രം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം വിനീത് ശ്രീനിവാസൻ്റെ അച്ഛനായിട്ട് വരുന്ന പി കുഞ്ഞിക്കണ്ണൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ രസകരമുണ്ട്. ചില മുഹൂർത്തങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലിയും മനുഷ്യൻ. എനിക്ക് ചില സമയത്ത് എന്താ പറയേണ്ടത്, അത്രമേൽ ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ആ ചിത്രം മൊത്തമായിട്ട് ഈ കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന അച്ഛൻ കഥാപാത്രം കൊണ്ടുപോയി എന്നുള്ളതാണ്. അത്രമേൽ രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നിർമ്മൽ പാലാരിയുണ്ട്, അമൽ താഹ, പിന്നെ മൃദുൽ നായർ, വിധു പ്രതാപ്, ഇങ്ങനെ ഒരു കൂട്ടം കഥാപാത്രങ്ങൾ
നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി ഈ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിനകത്ത് ഇത്തിരി സ്ത്രീ ജനങ്ങളുമുണ്ട്. നിഖില നായരുണ്ട്, യാദുണ്ട്, നയനോര ഫിലിപ്പുണ്ട്, ഇന്ദു തമ്പിയുണ്ട്, ഹരിതയുണ്ട്. അങ്ങനെ ഒരു കൂട്ടം സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നു. എനിക്ക് തോന്നുന്നു ഇന്ദു തമ്പിയുടെ കഥാപാത്രം ഇതിൻ്റെ ഡെപ്തുള്ള കഥാപാത്രമാണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും സാധാരണ രീതിയിലുള്ള കഥാപാത്രങ്ങൾ. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ഇതിൻ്റെ ചില സംഭാഷണങ്ങളെടുത്ത് അത് ശരിയായില്ല, ഇത് ശരിയായില്ല, മറ്റേത് ശരിയായില്ല എന്നൊക്കെ പറയാൻ പോവുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് അതിനേ ഉള്ളൂ, ഈ പടം മൊത്തമായിട്ടെടുക്കുക. പക്ഷേ അതൊന്നും നോക്കാതെ, ലോജിക്കൊന്നും നോക്കാതെ ചിത്രം നമുക്ക് രണ്ട് മണിക്കൂർ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ, ഫാമിലിയായിട്ട് പോയിരുന്ന് പൊട്ടിച്ചിരിക്കാൻ കിട്ടുന്ന ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചിത്രം കണ്ടിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കും, അത് 100% ഉറപ്പാണ്. ഇതുപോലെ തന്നെ ബാബു ആൻ്റണിയുടെ കഥാപാത്രമുണ്ട്. ബാബു ആൻ്റണി അതുപോലെ രസകരമായ കഥാപാത്രത്തെ ബാബു ആൻ്റണിയും കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാവർക്കും കിട്ടിയ റോളുകൾ അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ തമാശ ചിത്രങ്ങളൊക്കെ വളരെ കുറവാണ്. ആ കുറവിലേക്കൊരു പരിഹാരമായിട്ടാണ് ഈ ചിത്രം ഒരു ജാതകം. തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ചിരിപ്പറമ്പാകുന്ന ഒരു രീതിയിലുള്ള ചിത്രമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ എം മോഹൻ എന്ന് പറയുന്ന സംവിധായകനിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ ചിത്രം എടുത്ത വ്യക്തിയാണ് ഈ പടം എടുത്തതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയമാണ്. കാരണം കഥ പറയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും മറക്കാൻ പറ്റത്തില്ല. ആ വ്യക്തി ഈ പടം എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാതെ വയ്യ. കാരണം വല്ലപ്പോഴും അദ്ദേഹം പടം എടുക്കത്തുള്ളൂ. പക്ഷേ അത് ഈ പടത്തിന് അതുമല്ല, ഈ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട പല വേർഡുകളൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അത് നന്നായി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ ജനറേഷനുമായിട്ട് ലിങ്കായില്ലെങ്കിൽ സംവിധായകരെല്ലാം പൊട്ടിപ്പോത്തുള്ളൂ. പഴയ സംവിധായകരൊക്കെ ഇപ്പോഴത്തെ ജനറേഷനുമായിട്ട് ലിങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് പല സംവിധായകർ പറയുന്നതും ഇപ്പോഴത്തെ വ്യക്തികൾക്ക് മനസ്സിലാവാത്തത്. അപ്പം ഇതൊക്കെ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക്, കുട്ടികളിലേക്ക് എങ്ങനെ എത്തും. കുട്ടികൾ ഇപ്പോഴത്തെ യുവാക്കൾ പടം കണ്ടില്ലെങ്കിൽ ആ പടം ഫ്ലോപ്പായിരിക്കും, അത് 100% ഉറപ്പാണ്. ഈ പഴയ തലമുറയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഹിറ്റായി കുഴപ്പമില്ല എന്നൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് തിയേറ്റർ. അത് ചിലവർ പറയും ടി വിക്കകത്ത് വരട്ടെ എന്ന് പറയുന്നതാണ്. പക്ഷേ യുവാക്കളാണ് കൂട്ടമായിട്ട് തിയേറ്ററിലെത്തുന്നത്. ആ യുവാക്കളെ പിടിച്ചിരുത്തിയാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മോഹനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഞാൻ ഈ കഥയും തിരക്കഥയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്പം ഞാൻ കേട്ടിട്ടില്ല, രാകേഷ് മണ്ടൂട്ടി എന്ന് പറഞ്ഞൊരു പുതിയ തിരക്കഥാകൃത്താണ്. അദ്ദേഹം വേറെ പണമെല്ലാം എഴുതിയിട്ടുണ്ടോയെന്നില്ല, തിരക്കഥയും സംഭാഷണവും പുള്ളിയുടേതാണ്. എന്നാലും പഴയ നമ്മുടെ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളൊക്കെ കണ്ട ഒരു പൊട്ടിച്ചിരിക്കുന്ന പഴയ പ്രിയദർശൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുമ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നു, ഇത് ലോജിക്കൊന്നുമില്ല. നമുക്ക് മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒത്തിരി മുഹൂർത്തങ്ങൾ ഈ ചിത്രം തരുന്നുണ്ട്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു, കാരണം നാളെ തൊട്ട് ഒരുപക്ഷെ ടിക്കറ്റ് കിട്ടാൻ വലിയ പാടായിരിക്കും. കാരണം അതുപോലെ പിള്ളേർ ഇടിച്ച് കയറും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ആ പ്രതീതിയാണ് തിയേറ്ററിൽ നമ്മൾ ചിത്രം കണ്ടുകൊണ്ടിരുന്നപ്പം നമുക്ക് കിട്ടിയത്. കാരണം അല്പനേരം പോലും ലാഗില്ലാതെ എല്ലാ സമയത്തും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന മുഹൂർത്തങ്ങളായിരുന്നു തിയേറ്ററിൽ ഉടനീളം കണ്ടത്. ചിലവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവരൊക്കെ കിടന്നിരിക്കുന്നു, ഇരുന്ന് ചിരിക്കുന്നു, ചിലവർ തിയേറ്ററിൽ നിന്ന് പടം കണ്ടിട്ട് ഇറങ്ങിയപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് ഒത്തിരി നാൾ ശേഷമാണ് തിയേറ്ററിൽ ഈ അവസ്ഥ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിശ്ചയമായിട്ടും ചിരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പോയി കണ്ടോളൂ. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു നഷ്ടവും ഉണ്ടാകത്തില്ല. നാളെ മുതലല്ല, ഇന്ന് വൈകുന്നേരം മുതൽ തിയേറ്റർ മൊത്തം ഉത്സവപ്പറമ്പാവുന്ന രീതിയിലേക്കാണ് ഈ ചിത്രം ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.